വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കഴിഞ്ഞ തവണ എന്താ പറയുക മിനിസോയിൽ പോയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവത്തിൽ നിന്ന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഞാൻ പിക്ക് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഒരു ലോറിയും കൊണ്ട് വീട്ടിലോട്ട് വരാനേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്തില്ല. നമുക്ക് ആവശ്യമുള്ളതും പക്ഷെ കണ്ട ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അത് എന്തൊക്കെയാന്ന് നോക്കണം. പിന്നെ പുറത്ത് നല്ല ഒച്ചയുണ്ട്. എനിക്ക് ഓൾറെഡി മൈക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വണ്ടി പോകുന്നതും മീൻ വണ്ടി പോകുന്നതും ട്രെയിൻ പോകുന്നതും എല്ലാ ഒച്ചയും കേൾക്കാൻ പറ്റുന്നത് കൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടൊരു റിംഗ് ലൈറ്റും മൈക്കും വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാണുന്നവരെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഉന്മേഷത്തോടെ അടുത്ത വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാനിപ്പം ആദ്യം വാങ്ങിയ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു ക്യൂട്ട് സോഫ്റ്റ് പില്ലോ ആണ് കേട്ടോ. മിനിസോയിൽ ചെന്ന് കഴിഞ്ഞാൽ സോഫ്റ്റ് ടോയ്സ് വാങ്ങാത്ത അല്ലെങ്കിൽ ഇതുപോലെ പില്ലോസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഞെക്കി കെട്ടിപ്പിടിച്ചൊക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. ഇത് എൻ്റെ ഓൾറെഡി ഒരു വേറെ ടൈപ്പ് ഓഫ് കുഞ്ഞൊരു പില്ലോ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സോഫ്റ്റാണ് തല വെച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ പർച്ചേസ് ചെയ്തത് ഇവനെയാണ്. ഓക്കെ, അടുത്തത് ഏതാണെന്ന് നോക്കാവേ. യെസ്, അടുത്തതാണ് ഈ ഒരു ഷോൾഡർ ബാഗ്. സത്യം പറയാലോ, ഞാൻ കുറേ നാളായിട്ട് എൻ്റെ പൊന്നു ഇതുപോലൊരു ബാഗ് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് കൊതിച്ചിരുന്നതാണ്. ഞാനപ്പോൾ ഈ ആമസോണിലൊക്കെ ഇങ്ങനെ നോക്കും. അപ്പം അവത്തിലൊരു 700,000 എബോ റേഞ്ചൊക്കെ കാണുമ്പോൾ പിന്നെ ഓർക്കും വേണ്ട നമുക്ക് പിന്നെ വല്ലതും വാങ്ങാമെന്ന് ഓർത്തു. പക്ഷെ ഇന്നലെ ഞാൻ മിനിസോയിൽ പോയി വന്ന് ഇറങ്ങി ആ സമയത്ത് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകാൻ തോന്നി. ഞാൻ തിരിച്ച് വാഷ്റൂമിൽ കയറി കഴിഞ്ഞപ്പം ഇവനവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. അപ്പം ഞാൻ ചാടി കയറി ഒന്നും നോക്കിയില്ല, ഈ ബാഗ് എടുത്തു. ഈ ബാഗിന് അപ്പം ഏകദേശം 1000 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു. പക്ഷേ ബില്ലിംഗ് കൗണ്ടറിൽ ചെന്നപ്പോൾ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. വെറും 350 രൂപയ്ക്ക് ഇത്രയും സൂപ്പർ ബാഗ് കേട്ടോ. എൻ്റെ പൊന്നി, എനിക്കറിയത്തില്ല അതേ ഇത്രയും സൂപ്പർ ബാഗ് എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആഗ്രഹിച്ചിരുന്ന സാധനം കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു എനിക്കിത് കിട്ടിയപ്പം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഇതുപോലെ കുറച്ച് സ്റ്റില്ലിൻ്റെ ബോക്സസ് ആണ്. വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജിൽ ഇപ്പം രാവിലെ മടിയന്മാരുടെ ഭക്ഷണമാണല്ലോ ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ ഈ ഓവർനൈറ്റ് ഓട്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ഡെപ്പ. ഇതിലപ്പോൾ ഓട്സ് ഇട്ട് വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതും ഭയങ്കര ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ക്ലാസി ആയിട്ട് ഫീൽ ചെയ്തു. 360 രൂപയാണ് ഈ ഒരു ഡെപ്പയ്ക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. യെസ്, നോ സ്ട്രിപ്സ്. ഇതെനിക്ക് പിങ്ക് കളർ കണ്ടപ്പം ഇഷ്ടം തോന്നി, ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് എടുത്തതാണ്. ഇതിൻ്റെ കുറേ ഉണ്ട്. അതായത് ഒരു സെക്ഷൻ മൊത്തം ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ പല ഉണ്ട്. എനിക്കിത് ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ തരിതരിന്ന് തോന്നുന്ന സമയത്ത് ഞാനൊരു ആഴ്ചയിലൊക്കെ ഒരു തവണയൊക്കെ നോ സ്ട്രിപ്സ് യൂസ് ചെയ്യാറുണ്ട്. സംഭവം അടിപൊളിയാണെന്ന് തോന്നുന്നു. മിനിസോടെ ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. പൊട്ടിക്കണ്ടല്ലേ? ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു കീ ചെയിനാണേ. കണ്ടോ, ഇതൊരു കീ ചെയിനാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ കീ ചെയിനും നേരത്തെ കീ ചെയിൻ, എൻ്റെ ആക്ടിവയുടെ നേരത്തെ കീ ചെയിനും മിനിസോടെ തന്നെയാണ്. അത് യെല്ലോ കളറായിരുന്നു. അതിന് നന്നായിട്ട് ചെളിയായിട്ടുണ്ട്, ഭംഗിയില്ലാത്ത പോയി. അപ്പോൾ ഓൾറെഡി ഞാൻ വാങ്ങണം എന്ന് പറഞ്ഞ് എൻ്റെ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു കീ ചെയിൻ. അപ്പം ഞാൻ ഈ തവണ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് എടുത്തു. കീ ചെയിൻസിൻ്റെ ഒക്കെ വിപുലീകരിച്ച എന്താ പറയുക സംഭവമാണ് ഈ മിനിസോ. കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ എടുക്കേണ്ടതെന്നൊരു പിടുത്തവും ഇല്ലാതായി പോകും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇതൊന്നുമില്ല കേട്ടോ. ഇത് സ്ക്രൂ ഡ്രൈവറും സ്ക്രൂസും. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണേ. അപ്പം വേണം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്തതാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ യൂസ് ഒന്നും എനിക്കറിയത്തില്ല, അതിനുള്ള തലയൊന്നും എനിക്കില്ല ഈ സ്ക്രൂ ഡ്രൈവേഴ്സിൻ്റെ ഒന്നും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എടുത്തതാണ് ഈ മാസ്ക്. ഫേഷ്യൽ ഷീറ്റ് മാസ്കിൻ്റെ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. ഞാൻ മിക്കപ്പോഴും പോയി എടുക്കാറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇൻസ്റ്റാ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ പുലിയുടെ മുഖമുള്ള ഷീറ്റ് മാസ്ക് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അതെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബബിൾ ഷീറ്റ് മാസ്ക്, അതായത് ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ബബിള് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അങ്ങനത്തെ കുറച്ച് ഷീറ്റ് മാസ്ക് കൂടെ എടുത്തു കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് മിനീസോ എന്ന് വാങ്ങിയത്. പക്ഷേ എന്തുകൊണ്ട് ഇനിയും വാങ്ങിയത് കുറേ ഉണ്ട്. കുറേ സാധനങ്ങൾ എന്ന് പറയുന്നത് ഹെയർ ബാൻഡ്സും സ്ക്രഞ്ചീസും ക്ലിപ്സും സ്ലൈഡ്സും. എൻ്റെ പൊന്നോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വർഗത്തിൽ ചെന്ന ഫീലായിരുന്നു. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ഞാൻ തിരിച്ച് പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ്. ബിക്കോസ് നമ്മൾ കോവിഡിൻ്റെ ഒരു ടൈമിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു 2 years നിന്നുപോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് കയറി വന്നിട്ടാണ് ഞാൻ പിന്നെയും ചാനൽ റീസ്റ്റാർട്ട് ചെയ്തത്. സോ അപ്പം സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു പിന്തുണ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫേസാണ് കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റ.